കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച LDF സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ട വിഷയമാണ് PM ശ്രീ. PM ശ്രീക്കെതിരെ സംഘടിതമായ പ്രചാരണം കേരളത്തിൽ നടന്നു. അതിൻ്റെ മുന്നിൽ നിന്നത് പ്രതിപക്ഷമാണ്. അന്നത്തെ പ്രതിപക്ഷം UDF. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് അന്ന് പ്രചാരണങ്ങൾ നയിച്ചതും അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുമാണ്. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും PM ശ്രീയെ മുന്നിൽ നിർത്തി LDFനെതിരെ വലിയ പ്രചാരണം അഴിച്ചുവിട്ടു. UDF അധികാരത്തിൽ വന്നു, മുഖ്യമന്ത്രിയായി VD സതീശൻ വന്നു, വിദ്യാഭ്യാസ മന്ത്രിയായി മുസ്ലിം ലീഗിൻ്റെ നേതാവ് N ഷംസുദ്ദീൻ വന്നു. ഇപ്പോഴിതാ അതേ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. എന്താണ് കാരണം പറയുന്നത്? LDF ഒപ്പിട്ടുപോയി, ഇനി ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ്. LDF ഒപ്പിട്ടു എന്നത് ശരി തന്നെയാണ്. ഒപ്പിട്ടതിന് ശേഷം LDF പദ്ധതി മരവിപ്പിച്ചിരുന്നു, മാറ്റിവെക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു, നടപ്പാക്കില്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. അത് അതുപോലെ തുടരുകയാണ്. വേണമെങ്കിൽ ഈ സർക്കാരിനും അതുപോലെ തുടരാം, ആരും ചോദിക്കില്ല, പറയില്ല. ഒരു എതിർപ്പും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. സംസ്ഥാന സർക്കാരിനെ PM ശ്രീ പദ്ധതി നടപ്പാക്കാത്തതുകൊണ്ട് പിരിച്ചുവിടുകയൊന്നും ചെയ്യില്ലല്ലോ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു UDF സർക്കാർ. നേരത്തെ ചില സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അത് സംബന്ധിച്ച് വാർത്തയുണ്ട്. PM ശ്രീ സ്കൂൾ പദ്ധതി സംസ്ഥാന താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് നടപ്പാക്കുന്നത് പരിശോധിച്ച് മുന്നോട്ട് പോകാൻ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചു. ഇന്നത്തെ വാർത്തയാണ്. ഇന്നലെ വൈകുന്നേരമാണ് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നത്. ആരൊക്കെയാണ് മന്ത്രിസഭാ ഉപസമിതിയിലുള്ളത്? മന്ത്രിമാരായ M ഷംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, മുസ്ലിം ലീഗിന്റെ നേതാവാണ്. റോജി M ജോൺ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. M ലിജു, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്, മന്ത്രിയാണ്. PC വിഷ്ണുനാഥ്, കോൺഗ്രസ് നേതാവാണ്, മന്ത്രിയാണ്. അങ്ങനെ 4 മന്ത്രിമാരടങ്ങുന്ന ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രി, ശേഷിക്കുന്ന 3 പേരും കോൺഗ്രസിന്റെ മന്ത്രിമാർ. അങ്ങനെയാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകും, ഇതാണ് പറയുന്നത് മന്ത്രിസഭാ ഉപസമിതി. ഇത് തന്നെയാണ് V ശിവൻകുട്ടി പറഞ്ഞത് കഴിഞ്ഞ തവണ. അദ്ദേഹം പറഞ്ഞു സംസ്ഥാന താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകും, സംസ്ഥാനത്ത് കേന്ദ്ര സിലബസ് നടപ്പാക്കില്ല, സിലബസിൽ ഇടപെടാൻ കേന്ദ്രത്തെ അനുവദിക്കില്ല, സംസ്ഥാനത്തിൻ്റെ സിലബസ് ആയിരിക്കും മുന്നോട്ട് പോവുക. കേന്ദ്ര സിലബസ് നടപ്പാക്കാൻ പറഞ്ഞപ്പോൾ അതിലില്ലാത്ത മുഗൾ രാജവംശത്തെക്കുറിച്ച് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കാൻ കൊടുത്ത സർക്കാരാണ് LDF സർക്കാർ. ഇതൊക്കെ പറഞ്ഞിരുന്നു. അതേസമയം സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണമുണ്ട്, അത് 2000 കോടിയോളം രൂപ വരും, അത് കിട്ടേണ്ടേ എന്ന ചോദ്യവും ചോദിച്ചിരുന്നു V ശിവൻകുട്ടി. അതേ ചോദ്യം ഇപ്പോൾ N ഷംസുദ്ദീൻ ചോദിക്കുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞതോ? അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയും, ഭരണപക്ഷത്താകുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ന KM ഷാജിയുടെ ന്യായീകരണമാണോ മുസ്ലിം ലീഗിനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്? അവർ അഭിപ്രായം പറയേണ്ട സമയമായിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ PM ശ്രീ നടപ്പാക്കാൻ തീരുമാനിച്ചു. അണികൾ എന്ത് ചെയ്യും, എന്തു പറയും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അറിയേണ്ടത്. അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് LDF സർക്കാരിനെതിരെ, പിണറായിക്കെതിരെ, CPM-നെതിരെ വോട്ട് ചെയ്യിപ്പിച്ച, പ്രചാരണം നടത്തിച്ച പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ അണികളുണ്ട്. അവരോട് ഈ നേതാക്കൾ എന്തു പറയും? LDF ഒപ്പിട്ടത് കൊണ്ട് നടപ്പാക്കി എന്നോ? ഇന്നത്തെ പോലെ തുടരാൻ പറ്റില്ലേ? തുടരാൻ പറ്റും, എന്തുകൊണ്ട് തുടരുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ അണികൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ അണികൾ ആ സംഘടനാ നേതാക്കളോട് ചോദിക്കും, കോൺഗ്രസിന്റെ അണികളും ചോദിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ അതായിരിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം.